ഒരു ഹിന്ദു സഹോദരൻ്റെ വീഡിയോ കണ്ടു. സ്കൂൾ കലോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരങ്ങളുണ്ട്. ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, നിങ്ങൾക്ക് എന്താണ് പണി? മുസ്ലിങ്ങളെ കണ്ടു പഠിക്കുക. അവരുടെ മതം പരിചയപ്പെടുത്തുന്നത് കണ്ടില്ലേ? എവിടെയാണ് കലോത്സവങ്ങളിൽ മുസ്ലിം മതത്തെ പരിചയപ്പെടുത്തുന്നത്? ഖുർആൻ പാരായണം ഇമ്പത്തിലും അതിൻ്റെ അക്ഷര സ്ഫുടതയോടുകൂടിയും ആലപിച്ചാൽ, അത് ഹിന്ദു പാരായണം ചെയ്താലും ക്രിസ്ത്യൻ പാരായണം ചെയ്താലും മുസ്ലിം പാരായണം ചെയ്താലും, അതിന് ഏതാണോ ഏറ്റവും സ്ഫുടമായ രീതിയിൽ മനോഹരമായി പാരായണം ചെയ്തത് അവർക്ക് അതിന് സമ്മാനം കിട്ടും. ഇദ്ദേഹം കലോത്സവങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഹിന്ദുക്കളുടെ ശ്ലോക മത്സരങ്ങൾ, സംസ്കൃത ശ്ലോക മത്സരങ്ങളിൽ അവർ സമ്മാനം നേടുന്നത് കണ്ടിട്ടില്ലേ? ക്രിസ്ത്യാനികൾ ചവിട്ട് നാടകങ്ങൾ പോലെയുള്ള അവരുടെ ഒരുപാട് ആഘോഷങ്ങളില്ലേ, അതെല്ലാം സ്റ്റേജുകളിൽ അരങ്ങേറാറില്ലേ? ഈ സുഹൃത്ത് സത്യം പറഞ്ഞാൽ കലോത്സവങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഈ ഖുർആനിലെ ആശയങ്ങളോ അതിൽ പറയുന്ന കാര്യങ്ങളോ അല്ല കലോത്സവങ്ങളിൽ സംസാരിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ആധികാരികമായ ലോകത്തിന് പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ ആലപിക്കുവാനും അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചരിക്കുവാനും സംഗീതാത്മകമായി പാരായണം ചെയ്യാനും ഉള്ള ഒരു ഗ്രന്ഥം ഖുർആനിൽ മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളിൽ. ബാക്കിയെല്ലാം റസൂൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയ ജീവിതചര്യകൾ മാത്രമാണ്. പക്ഷെ ഖുർആൻ എന്നുള്ളത് അത് ആലപിക്കേണ്ട, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എന്നതുകൊണ്ട് അത് ഭാഷാശുദ്ധിയോടുകൂടി മനോഹരമായി സംഗീതാത്മകമായി ആര് പാരായണം ചെയ്താലും, സ്കൂളിലെ ഹിന്ദു കുട്ടിയായാലും മുസ്ലിം കുട്ടിയായാലും ക്രിസ്ത്യനായാലും ആരാവട്ടെ, മതമില്ലാത്തവന് പാരായണം ചെയ്യാലും ഏറ്റവും സ്ഫുടമായി പാരായണം ചെയ്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും സമ്മാനം ലഭിക്കും. പിന്നെ ഈ ഹിന്ദുക്കൾക്ക് എങ്ങനെയാണ് ഈ ശ്ലോകങ്ങളൊക്കെ പാരായണം ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് രാമായണം, ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയുക? കാരണം അതിന് ബ്രാഹ്മണന്മാർ ആദ്യം തന്നെ അതിൽ കിടക്കുന്ന ആശയങ്ങൾ അവർ താഴെയാക്കി വെച്ചുള്ള മനുഷ്യന്മാർ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് അവർക്ക് ഒരിക്കലും ഇവരെ ചവിട്ടിത്താഴ്ത്തി ഉയർന്നു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് പരിപൂർണമായി മനസ്സിലാക്കിയവരാണ് ബ്രാഹ്മണന്മാർ. അതുകൊണ്ടാണ് അവർ താഴെ എന്ന് പറയുന്ന മനുഷ്യവിഭാഗത്തിനെ കൊണ്ട് ഈ പറയുന്ന ഭഗവത്ഗീതയായാലും മഹാഭാരതമായാലും മറ്റു ഉപനിഷത്തുക്കളായാലും തത്വങ്ങളായാലും പഠിപ്പിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? പഠിപ്പിച്ചു കൊടുത്താൽ അതിലെ സത്യാവസ്ഥ പൊളിയുകയും ജനൻ ടി വിയെ പോലെയുള്ള ടി-വികൾ പിന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാവുകയും ചെയ്യും. വിദ്വേഷം പറഞ്ഞു വരുത്താൻ പറ്റില്ല, അവർക്ക് പറന്നുയർന്ന് ഇവരെ ചവിട്ടി തേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരൊന്നത് പഠിപ്പിക്കാത്തത്.